ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിന്റെ ഹോട്ട് ടോപ്പിക്സ് ആണ്. 2021 തുടങ്ങി 2025 വരെയും 13 സ്റ്റേജസിലായിട്ട് നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും തീംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് മനസ്സിലാവും. ആദ്യം നമ്മൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. 2025 സ്റ്റേജ് 1 ചോദിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ GDP, 5 ഇയർ പ്ലാൻ, നീതി ആയോഗ്, പിന്നെ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇതെല്ലാം തന്നെ റിപ്പീറ്റിംഗ് ആയിട്ട് നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ അറിയാം. ഓരോ ഇയേഴ്സ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. GDP ആണെങ്കിലും 5 ഇയർ പ്ലാൻ ആണെങ്കിലും നീതി ആയോഗ് ആണെങ്കിലും ബാക്കി എല്ലാം ആണെങ്കിലും എപ്പോഴും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന തീംസ് ആണ്. പേജ് 2 പെർ ക്യാപിറ്റ ഇൻകം, RBI, എഗെയിൻ GDP, ഫിസിക്കൽ ഡെഫിസിറ്റ്, നീതി ആയോഗ്. RBI എഗെയിൻ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ 2024 സ്റ്റേജ് 1 ചോദിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, എഗെയിൻ GDP ആയിട്ട് ഫാക്ടർ കോസ്റ്റ്, അതെപ്പോഴും ചോദിക്കുന്നതാണ്. എഗെയിൻ 5 ഇയർ പ്ലാൻ. പിന്നെ 2024 സ്റ്റേജ് 2 ചോദിച്ചിരിക്കുന്നത് GST, പിന്നെ RBIയുടെ മോണിറ്ററി പോളിസി, അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഏരിയ എന്നാണ്. പിന്നെ സ്റ്റേജ് 3 ചോദിച്ചിരിക്കുന്നത് എഗെയിൻ 5 ഇയർ പ്ലാൻ, RBI, GST, റവന്യൂ ഡെഫിസിറ്റ്. എഗെയിൻ ഇതെല്ലാം റിപ്പീറ്റിംഗ് ആണ്. പിന്നെ 2023 സ്റ്റേജ് 1 ചോദിച്ചിരിക്കുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ്, ബഡ്ജറ്റ്, നീതി ആയോഗ്. അപ്പോൾ ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഏരിയാസ് ആണ്. സ്റ്റേജ് 2 റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏരിയ ആണ്. പിന്നെ ഈ ട്രാൻസ്ഫർ പേയ്മെന്റ്, പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, പിന്നെ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതെപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ GDP, എഗെയിൻ RBI, ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ്. പിന്നെ സ്റ്റേജ് 3 ചോദിച്ചിരിക്കുന്ന ബഡ്ജറ്റ്, 5 ഇയർ പ്ലാൻ, RBI, നീതി ആയോഗ്, എഗെയിൻ റിപ്പീറ്റിംഗ് തീംസ്. പിന്നെ 2022 സ്റ്റേജ് 1 ചോദിച്ചിരിക്കുന്നത് GST, RBI, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, 5 ഇയർ പ്ലാൻ, എഗെയിൻ റിപ്പീറ്റിംഗ്. പിന്നെ സ്റ്റേജ് 2 ട്രഷറി ബിൽസ്, പിന്നെ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, ടാക്സസ്, പിന്നെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, എഗെയിൻ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി. സ്റ്റേജ് 3 NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, പ്ലാനിംഗ് കമ്മീഷൻ, 5 ഇയർ പ്ലാൻ, ബാങ്ക് റേറ്റ്, എഗെയിൻ റിപ്പീറ്റിംഗ്. 2021 സ്റ്റേജ് 1 ചോദിച്ചിരിക്കുന്ന GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്, പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, RBI, റിപ്പോ റേറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്. സ്റ്റേജ് 2 NNP at factor cost, RBI, bank rate, then CRR, SLR, open market operations, 5 year plan, again repeating themes ആണ്. അപ്പോൾ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് നോക്കിയതിൽ നിന്ന് മനസ്സിലായത് കുറേ കോർ ഏരിയാസ് ഉണ്ട് റിപ്പീറ്റിംഗ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട്, പിന്നെ കമ്പാരിറ്റീവ്ലി സിലബസ് ചെറുതാണ്, അപ്പോൾ നമ്മൾ സിലബസിലെ എല്ലാ ടോപ്പിക്സും നല്ലപോലെ പഠിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.